ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഹൈബ്രിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഫോണിൻ്റെ റാം ഫ്രീ ആക്കാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ചില ആപ്ലിക്കേഷനുകൾ നമ്മളുടെ മൊബൈൽ ഡേറ്റ കൺസ്യൂം ചെയ്യും. അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. തുടങ്ങിയ 4 കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ലഭിക്കും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാനിവിടെ ഒന്നും പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുകയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിനു ശേഷം പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഗ്രീനിഫൈ എന്ന് സെർച്ച് ചെയ്യുക. ഗ്രീനിഫൈ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത്. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. 5 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷനാണ്. ഏകദേശം 2 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇതിന് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. 4.4 ആണ് ഇതിൻ്റെ റിവ്യൂ വന്നിരിക്കുന്നത്. വളരെ നല്ല ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നമുക്ക് ഫോണിലെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ മാനേജറിൽ റണ്ണിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യാത്ത പല ആപ്ലിക്കേഷനുകളും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഈ ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരും. അതേപോലെ രണ്ടാമതായിട്ട് ഡേറ്റ ഫോണിൻ്റെ യൂസ് ചെയ്യും. നമ്മളുടെ മൊബൈൽ ഡേറ്റ ഫോണിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും. മൂന്നാമത്തെ കാര്യം, റാം കൂടുതൽ ഇത് ഉപയോഗിക്കും. അതുകൊണ്ട് പുതിയ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ അത് വർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് റാമിൽ ലഭിക്കത്തില്ല. ഈ ആപ്ലിക്കേഷനുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഒഴിവാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കാം. ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇതിനു മുമ്പ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ റൂട്ട് അസസ് ഉണ്ടായിരുന്നെങ്കിലേ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ റൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റൂട്ട് ചെയ്യാത്ത ഫോണുകളിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്പ് അനലൈസർ എന്നിവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, റണ്ണിങ് ഇൻ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ മൊബൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ് ഈ കാണുന്നത്. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഷോ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഞാൻ യൂസ് ചെയ്യാത്ത സമയത്തും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഹൈബ്രിനേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒന്നും IMO എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഹൈബ്രിനേറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷനുകൾ നോക്കുക. ഇവിടെ ഒന്നും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഒന്നും ഫേസ്ബുക്ക്, ഒന്ന് രണ്ട് ആപ്ലിക്കേഷനുകൾ ഞാനിവിടെ ഒന്നും സെലക്ട് ചെയ്യുകയാണ്. MX പ്ലെയർ ഇതിലൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലക്ട് ആവും. 3-4 ആപ്ലിക്കേഷനിലൂടെ സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഞാനിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി. സെറ്റിംഗ്സിൽ നോക്കുക, നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഫേസ്ബുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ IMO വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തതാണ് ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുകൾ. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നമ്മൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷനുകളാണ്. വീണ്ടും നമുക്ക് ഗ്രീനിഫൈ ഒന്ന് ഓപ്പൺ ആക്കാം. ഞാനിവിടെ ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. അതിനുശേഷം നമ്മളിവിടെ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷനുകൾ ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്യാം. നോക്കുക, ഞാനിവിടെ ഒന്നുകൂടെ സെലക്ട് ചെയ്യുകയാണ്. ഫേസ്ബുക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം IMO സെലക്ട് ചെയ്യുകയാണ്. IMO സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കൊരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. പെൻഡിങ് മാനുവൽ ഹൈബ്രിനേഷൻ. നോക്കുക, ഇവിടെ ഹൈബ്രിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ പെൻഡിങ് ആണെന്നാണ് കാണിക്കുന്നത്. ഹൈബ്രിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യും. അല്ലാത്ത സമയത്ത് ആപ്ലിക്കേഷനുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യത്തില്ല. അതാണ് ഹൈബ്രിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഞാനിവിടെ ഒന്നും ഈ കാണുന്ന ഇസഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ സെറ്റിംഗ്സിൽ ഒരു മാറ്റം വരുത്താനായിട്ടാണ് പറയുന്നത്. ഞാനതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് ആണ് ഇവിടെ ഓപ്പൺ ആയത്. അതിനുശേഷം ഇവിടെ നിന്നും നമുക്ക് ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിൽ നിന്നും എനേബിൾ ചെയ്യണം. നോക്കുക, ഇവിടെ നിന്നും ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാനുവലായിട്ട് ഓരോ ആപ്ലിക്കേഷനായിട്ട്
ഹൈബ്രിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ ഹൈബ്രിനേറ്റ് ആകുന്നതാണ്. നമ്മൾ 2 ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തു, അത് രണ്ടും ഇപ്പോൾ ഹൈബ്രിനേറ്റഡ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. രണ്ടും ഇപ്പോൾ ഹൈബ്രിനേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ മറ്റ് ആപ്ലിക്കേഷനുകളും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി നമുക്ക് സെറ്റിങ്സ് ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. റണ്ണിങ് ആപ്ലിക്കേഷനിൽ നോക്കുക. ഇവിടെ ഫേസ്ബുക്കും IMO ഒന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല. ആ ആപ്ലിക്കേഷനുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി. ഹൈബ്രിനേറ്റ് ചെയ്തതിലൂടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആപ്ലിക്കേഷൻ മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളുണ്ടല്ലോ, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഹൈബ്രിനേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഹൈബ്രിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും ലഭിക്കത്തില്ല. വീണ്ടും നമ്മളത് എപ്പം ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്നില്ല അന്നേരം വരെ നമുക്ക് നോട്ടിഫിക്കേഷനുകളൊന്നും ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഹൈബ്രിനേറ്റ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. വീണ്ടും ഞാൻ ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്. ഇനി നമുക്ക് ഇതിൽ മറ്റൊരു സെറ്റിംഗ്സ് ആണ്. ഈ കാണുന്ന 3 ഡോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ഹൈബ്രിനേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചൂസ് ആൻ ആക്ഷൻ. നമുക്ക് ഇവിടെ നിന്നും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഹൈബ്രിനേറ്റ് പ്ലസ് ലോക്ക് സ്ക്രീൻ, അതേപോലെ ഹൈബ്രിനേറ്റ് നൗ. 2 ഓപ്ഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആപ്ലിക്കേഷനുകളാണോ ഹൈബ്രിനേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു ഷോർട്ട് കട്ട് ഗ്രീനിഫൈഡ് ക്രിയേറ്റ് ആവും. ആ ഷോർട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ആപ്ലിക്കേഷനുകളും ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രവർത്തനം സ്റ്റോപ്പ് ആവും. ഈ കാണുന്ന ഹൈബ്രിനേറ്റ് പ്ലസ് ലോക്ക് സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ക്ലോസ് ആവും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫോണ് ലോക്കും ആവും. ഞാൻ ഹൈബ്രിനേറ്റ് പ്ലസ് ലോക്ക് സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നോക്കുക, ഹൈബ്രിനേറ്റ് പ്ലസ് ലോക്ക് സ്ക്രീൻ. നമ്മളിപ്പോൾ 2 ആപ്ലിക്കേഷൻ ഹൈബ്രിനേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്ലസ് ലോക്ക് സ്ക്രീൻ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി ഉറങ്ങാനോ മറ്റോ കിടക്കുന്ന സമയത്ത് നമ്മളെ ഫോൺ നമ്മൾ ഉപയോഗിച്ചിട്ട് വെക്കുന്ന സമയത്ത് ഇതുപോലെ സെറ്റിംഗ്സ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഹൈബ്രിനേറ്റ് പ്ലസ് ലോക്ക് സ്ക്രീൻ നമുക്ക് എപ്പോൾ ഫോൺ ലോക്ക് ചെയ്യണോ ആ സമയത്ത് നമ്മുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ തന്നെ സ്റ്റോപ്പ് ആകും. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാനാണ് ഇത് ചോദിക്കുന്നത്. ഞാനിവിടെ നിന്ന് ആക്ടിവേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. നമുക്ക് ഇവിടെ ഫോൺ ലോക്ക് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷനുകളും ഇപ്പോൾ ഹൈബ്രിനേറ്റ് ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫോണിൻ്റെ സ്ക്രീനും ലോക്ക് ആയിട്ടുണ്ട്. എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. കാരണം ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ആൻഡ്രോയിഡ് യൂസേഴ്സിന് വേണ്ടി. ഇത് ഉപയോഗിക്കുന്നതിലൂടെ ബാറ്ററി നമുക്ക് ലാഭിക്കാൻ സാധിക്കും. കാരണം ഞാനിത് ഒരു 2 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് നല്ല മാറ്റം തോന്നിയായിരുന്നു. ബാറ്ററി ബാക്കപ്പ് എനിക്ക് കുറച്ച് കൂടുതൽ ലഭിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ക്ലോസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.